ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് വീണ്ടും തിരിച്ചടി. അടൂർ പ്രകാശിന്റെ ഇരട്ട വോട്ട് ആരോപണം ജില്ലാ കളക്ടർ വീണ്ടും തള്ളി. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകളില്ലെന്നും സ്ഥലം മാറിപ്പോയവരുടെ വോട്ടുകൾ മാത്രമാണ് ഉള്ളതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. അത് 1% താഴെ മാത്രമെന്നും ഇത് പരിശോധിക്കാൻ സംവിധാനമുണ്ടെന്നും മണ്ഡലത്തിൽ ആർക്കും ഇരട്ട വോട്ടുകൾ ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. AST ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കേസസ് ഐഡൻറ്റിഫൈ ചെയ്ത വിവരം നമ്മൾ അതായ കാൻഡിഡേറ്റ്സിനെ സ്ഥാനാർത്ഥികൾക്കും അറിയിച്ചിട്ടുണ്ട്. ആൻഡ് പ്രിസൈഡിംഗ് ഓഫീസറെ കയ്യിൽ അതിന് കോപ്പി കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൻ്റെ ബില്യൺ നമ്പർ എല്ലാം പരിശോധന നടത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കണക്കുകൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത പോലെ ഷിഫ്റ്റഡ് ആയിട്ടുള്ള കേസസിൽ സ്വാഭാവികമായിട്ട് രണ്ടിടത്ത് ഒരു പോളിംഗ് സ്റ്റേഷനിൽ മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വുഡ് നോട്ട് കോൾ ഇറ്റ് ഇരട്ട വോട്ടുകൾ. ഐ വുഡ് റാദർ സേ ദാറ്റ് ഇതൊരു ആബ്സെൻറ്റി ഷിഫ്റ്റഡ് കേസസ് ആണ്. റോളിലുള്ള ഒരു ആപ്ലിക്കേഷനുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സോ അങ്ങനത്തെ കേസസ് എല്ലാം ലെസ് ദാൻ 0.1% ആണ് വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. വിജിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഈ അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ആരോപണമായിരുന്നു ഇരട്ട വോട്ട് എന്ന് പറയുന്നത്. അത് പലവട്ടം അത്തരത്തിൽ ഇരട്ട വോട്ടില്ല എന്ന വിശദീകരണം പല ഭാഗങ്ങളിൽ നിന്ന് ഔദ്യോഗികമായി വന്നതാണ്. പക്ഷേ UDF അത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടർ കൂടി അതിൽ കൃത്യമായ വിശദീകരണം നൽകുമ്പോൾ UDF മുന്നോട്ട് വച്ച ആക്ഷേപം അത് പൊളിയുകയല്ലേ? തീർച്ചയായും ഇത്തരത്തിൽ ഒരു ഇരട്ട വോട്ട് എന്ന പേര് പോലും ഉപയോഗിക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു ഇരട്ട വോട്ട് ഇല്ല എന്ന് സുവ്യക്തമായി വ്യക്തമാക്കുകയാണ് ജില്ലാ കളക്ടർ കൂടിയായ മുഖ്യ വരണാധികാരി എന്ന് പറയുന്നത് ജെറോമിക് ജോർജ് വ്യക്തമാക്കിയത്. എന്തായാലും അത്തരത്തിലൊരു ഇരട്ട വോട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇല്ല. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഇത്തരത്തിൽ ഇരട്ട വോട്ട് ഉണ്ട്. 1,25,000 മുകളിലാണ് അത് എന്ന് ചൂണ്ടിക്കാട്ടി അടൂർ പ്രകാശ് പരാതി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അത് പരിശോധിച്ച് പൂർണ്ണമായും വോട്ടർ പട്ടിക പരിശോധിച്ച ശേഷം അത്തരത്തിൽ 387 ഇരട്ട വോട്ടുകൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന വിവരം അടൂർ പ്രകാശിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. പിന്നീട് വീണ്ടും അത്തരത്തിൽ ഈ 1,00,000 മുകളിൽ ഇരട്ട വോട്ടുകൾ വീണ്ടും ഉണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അടൂർ പ്രകാശ് രംഗത്തെത്തിയത്. ഏറ്റവും അവസാനം ഇന്നലെ ഉൾപ്പെടെ വാർത്താ സമ്മേളനം വിളിച്ച് ആ ആരോപണം വീണ്ടും ഉന്നയിക്കുകയായിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥനും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നേരിട്ടും ഒക്കെ അതിൽ മറുപടി നൽകിയത്. ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഈ ഘട്ടത്തിലും ജെറോമിക് ജോർജ് വ്യക്തമാക്കുന്നത് അങ്ങനെയൊരു ഇരട്ട വോട്ടില്ല. അത് സ്ഥലം മാറി പോയവരുടെ ചില വോട്ടുകൾ മാത്രമാണ് ഇരട്ടിപ്പായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനെ ഇരട്ട വോട്ടുകൾ എന്ന് വിളിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഉള്ള സംവിധാനം ഏതെങ്കിലും തരത്തിൽ ഈ സ്ഥലം മാറിപ്പോയവർ 2 ബൂത്തുകളിലെത്തി വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് കണ്ടെത്താനുള്ള സംവിധാനം നിലവിൽ ഉണ്ട് എന്ന കാര്യവും കൃത്യമായി ജെറോമിക് ജോർജ് വ്യക്തമാക്കുകയാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള സമയത്ത് പോലും ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടാകുമെന്ന ഭീതിയിൽ നിന്നാണ് എന്ന കാര്യം ഇന്നലെ തന്നെ എതിർ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി വി ജോയി ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് മറുപടി പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആറ്റിങ്ങലിലെ ജനങ്ങളെ ഒരു മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന കാര്യമൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗികമായ ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യ വരണാധികാരി തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായി ഈ കാര്യങ്ങൾ വിശദീകരിച്ചതോടുകൂടി അടൂർ പ്രകാശിൻ്റെ ആരോപണം പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ തള്ളിക്കൊണ്ട് തന്നെയുള്ള ഒരു നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യമായ പരിശോധന ഈ വോട്ടർ പട്ടികയിൽ നടത്തുകയും അതിനുശേഷം ഇത്തരത്തിൽ ഇരട്ട വോട്ട് എന്ന പേര് ഉപയോഗിക്കാൻ പോലും കഴിയാത്ത 1% താഴെയുള്ള സ്ഥലം മാറി പോയവരുടെ വോട്ടുകൾ മാത്രമാണ് നിലവിൽ വോട്ടർ പട്ടികയിൽ ഉള്ളത്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് ബൂത്തുകളിൽ തന്നെ പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ട് എന്നും കൃത്യമായി വ്യക്തമാക്കുമ്പോൾ പൂർണ്ണമായും വളരെ കൃത്യമായ മറുപടിയാണ് അതിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കാരണം ഈ വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി UDF അവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1,00,000-ലധികം ഇരട്ട വോട്ടുകളൊക്കെ ഉണ്ട് എന്നായിരുന്നു ആക്ഷേപം ഉയർന്നിരുന്നത്. പലവട്ടം അതിൽ ഔദ്യോഗികമായ വിശദീകരണങ്ങൾ വന്നതാണ്. പക്ഷേ എന്നിട്ടും അതിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു UDF. ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ കൂടി അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. സ്ഥലം മാറിപ്പോയ ചില ആളുകളുടെ പേരുകൾ മാത്രമാണ് അതിലുള്ളത്. ഒരിക്കലും ഇരട്ട വോട്ട് ചെയ്യാൻ കഴിയില്ല. കൃത്യമായ സംവിധാനമുണ്ട് എന്നും പറഞ്ഞു വെക്കുമ്പോൾ UDF മുന്നോട്ട് വച്ച അനാവശ്യമായ മറ്റൊരു ആക്ഷേപം കൂടി പൊളിയുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും.